ഇന്ന് പനീർ ബിരിയാണി. നമ്മൾ ഫുഡ് വ്ളോഗാണ്. ഒരു പനീർ ബിരിയാണി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ വേണം ഫസ്റ്റ്, പിന്നെ റൈസ് വേണം, പിന്നെ അതുണ്ടാക്കാൻ കുക്കർ വേണം. അങ്ങനെയൊന്നുമല്ല, പനീർ വേണം, ദെൻ സവോള വേണം, തക്കാളി വേണം. ഇത് വേണ്ട, ഇത് സാലഡിനാണ്. പിന്നെ പച്ചമുളക് വേണം. അത് ഞാൻ ഓൾറെഡി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നു. നമ്മൾ പനീർ ഇത് കട്ട് ചെയ്യണം, അതാണ് അടുത്ത ടാസ്ക്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പ്? നമ്മൾ ക്യൂബ് സൈസിൽ കട്ട് ചെയ്യണം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ, അങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അത് സാരില്ല, ഇത് ഞാൻ കടമെടുക്കുന്നു. ഒരു കഷ്ണം മതി എനിക്ക്. ഇത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ടർ എടുക്കുന്നത്. ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന് ബട്ടർ ഇങ്ങനെ ചുമ്മാ കഴിക്കാൻ. എനിക്ക് പക്ഷേ ബട്ടർ എനിക്ക് ഇങ്ങനെ ചുമ്മാ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെറുതെ ഇങ്ങനെ ക്യൂബാക്കി കട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് കഴിക്കുന്നതാണ്. ഒരു ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത്ര എടുക്കട്ടെ. ഇത്ര എടുക്കും. ഇത് ഇത്രയോ ഇല്ലേ, നോക്കി ഇത് ഇത്രയും ഉണ്ട്. ഇത്രയും ഉണ്ട്. അത് തരില്ല. ആ സാരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോരോ ഇതിങ്ങനെ ഓരോന്ന് കറക്റ്റ് റോ ആയിട്ട് വെക്കണം അല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെയും വെച്ച് കഴിഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുന്നോ? വീഡിയോ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ ബട്ടർ ചൂടാവുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട് അമ്മൂൻ്റെ. ഇത് വേറെ പാനിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ സവോളയൊക്കെ വഴറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് രണ്ട് സൈഡ് ഇങ്ങനെ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്നിത് ഇത് അടി പിടിക്കുമോ? ഓടി വെച്ചാൽ എല്ലാം തോന്നുന്നു. എല്ലാ സൈഡും ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. നമുക്കിങ്ങനെ സവോള അരിയണം. ഈ ഒരു ഷേപ്പിൽ അരിയാൻ മതി കേട്ടോ. വേണമെങ്കിൽ ചെറുതാക്കാം, ഞാൻ പക്ഷേ ഇങ്ങനെയാണ് അരിയാം.
നേരത്തെ പനീർ ഉണ്ടാക്കി വെച്ച ആ അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വഴറ്റണേ. അതുകൊണ്ടാണ് കുക്കർ ഇങ്ങനെ ഇരിക്കുന്നത്. കറി സവാള ഇടാം. ഒരു ഇൻഗ്രീഡിയൻ്റ് ഇടാൻ വിട്ടുപോയതല്ല. ഞാൻ ആദ്യം റൈസ് ഒരുമിച്ച് വേവിക്കുന്നില്ല എന്ന് വിചാരിച്ച് സെപ്പറേറ്റ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു റൈസും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ കുക്കറിൽ വേവിക്കാം. ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ട് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇത് മൂന്നും കൂടെ നേരത്തെ മിക്സിയിൽ അടിച്ചത് ചേർക്കണം. ഇനി നമുക്ക് ഇത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ വഴറ്റിയിട്ട് നമുക്ക് സവാള ഇടാം. അല്ല, തക്കാളി ഇടാം. സോറി ഗൈസ്. പിന്നെ എല്ലാം ശ്രദ്ധിക്കാൻ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്തുള്ളപ്പോൾ പോകും. കേരള കാണിച്ചില്ലല്ലോ. കേരള കാണിക്കട്ടെ. ഇത് ഇതിൻ്റെ ചീനച്ചട്ടി കഴുകുവറ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാമറമാൻ ഓൺ റീജനോടൊപ്പം ആർട്ടിസ്റ്റ് ശില്പ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതി കേട്ടോ, കുറച്ച് ഇത്രയും മതി. മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട്. ഒരു കളർ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടത്. ദെൻ മൈ സ്പെഷ്യൽ മസാല, ബ്രൗൺ കളറിന് വേണ്ടി സ്പെഷ്യൽ മസാലപ്പൊടി, ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് നോക്കാം. എൻ്റെ കയ്യിൽ 2 ഇൻഗ്രീഡിയൻ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ആ 2 ഇൻഗ്രീഡിയൻ്റ് ഇടുന്നില്ല. മല്ലിയിലയും പുതിനയിലയും കയ്യിലില്ല. കാരണം സാധാരണ ഉണ്ടാവാറുണ്ട്, ബട്ട് അതല്ല, ഏട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ അധികം മല്ലിയിലയും പുതിനയിലയും മേടിക്കുന്നത്. ബിരിയാണി അങ്ങനെയൊക്കെ, ഇറച്ചിച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം അത് വേണ്ടാത്തതുകൊണ്ട് ഏട്ടൻ വെജ് ആയതുകൊണ്ട് അത് രണ്ടും ഞാൻ മേടിച്ചില്ല. സാലഡ് മേക്കിന് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ഉണ്ട്. സവാള, തക്കാളി, ക്യാരറ്റ്, തൈര്. ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല കേട്ടോ. ഞാൻ കണ്ടോ ഇങ്ങനെയൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുനുകുനാന്ന് അരിയേണ്ട ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നു. ഇത് വേണ്ടെന്നല്ല പറഞ്ഞ, ഇത് അദ്ദേഹത്തിന് ആവശ്യമുള്ളതാണ്. അതെനിക്ക് വേണം. ഇത് ഈ 4 നമുക്കുള്ളത്. നമുക്കത് വിശാലമായ ആ രീതിയിൽ ശരിയായ മിക്സ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്കത് കൊടുക്കുന്നില്ല. അപ്പോ അത് നിങ്ങൾ
കണ്ടാൽ മതി. അതിൻ്റെ ആനുപാതികമായ റേഷ്യോ എന്താണെന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുനുകുനാന്ന് അരിയുക, തൈരിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ചടങ്ങുകൾ. മിസ്റ്റർ ഷെഫ് ഇവിടെ വരും. ഇതിലും കുറച്ച് തൈര് ഒഴിക്കുന്നു. സലാഡിന് ഒരു 2 സ്പൂൺ തൈര്. അതൊരു ടേസ്റ്റ്. അങ്ങനെ അപ്പോൾ ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തൈര് കുറച്ച് നമ്മളോട് ചേർക്കുന്നുണ്ട്. പനീർ ഇതാവുന്നുണ്ട്. ഫോണിലോട്ട് സ്മോക്ക് കയറുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് അളവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി എടുത്ത് വയ്ക്കാൻ പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് ഇട്ടിരിക്കുന്നുണ്ട്. തൈര് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് മിക്സ് ചെയ്യാം. കാരണം ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയാത്തത് അതിന്റെ ബാക്കി എല്ലാ അളവുകളും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കിനി മിക്സ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം. മിക്സ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനില്ല, അത് നിങ്ങൾ മറ്റൊരു വീഡിയോ കാണും. ഇതിലിനി നമുക്ക് ബാക്കി എല്ലാ ഇതും ശരിയായതിനു ശേഷം ഞാൻ അതിന്റെ ഫുൾ കഥകൾ പറയുന്നത്. എന്താ അവിടെ കാര്യമായിട്ട് ചെയ്യുന്നത് കുട്ടി? പനീർ ബിരിയാണി കുക്കർ അടിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ല, പെട്ടെന്ന് സ്റ്റീം വന്ന പോലെ തോന്നിയത്. കുറച്ചും കൂടെ തൈരിട്ടോ. ഷെഫ് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് ചെയ്യും. ഓക്കേ. ഈ കുട്ടിക്ക് ഇത് സലാഡ് ഉണ്ടാക്കുന്നത് മാത്രം അങ്ങനെ കൈത്താഴക്കം വരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും തൈര് സലാഡ് ഞാൻ തന്നെ ഉണ്ടാക്കാൻ എന്ന് വിചാരിക്കുന്നത്. എല്ലാ പ്രാവശ്യം എൻ്റെ അടുത്ത് തന്നെ ഇതൊന്നും ഉണ്ടാക്കും എന്ന് പറയുന്നതിന്റെ കാരണം ഇത് എനിക്ക് ഭയങ്കര കൈത്താഴക്കം വന്നു. ഇതിന്റെ ഒരു കൈത്തറക്കം വീഡിയോ എടുത്ത് സൂചിച്ച് നിൽക്കുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര അസൂയ. അപ്പൊ പിന്നെ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൊടുത്തു. കാര്യം ബാക്കി എല്ലാ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാൻ അറിയുമെങ്കിലും തൈർ സലാഡ് അത്രത്തോളം കൈവഴക്കം വന്നിട്ടില്ല. ഇനിയും ഞാൻ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ കഴിക്കണതല്ല, ഞാൻ തൈർ സലാഡ് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കള്ളൻ. ഞാൻ അരി ഓൾറെഡി സോക്ക് ചെയ്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലോട്ട് ഇടുന്നു. സോറി. അത് ചുമ്മാ നമ്മൾ കഴിക്കുന്നതിന്റെ മുമ്പ് ജസ്റ്റ് അടച്ചു വെച്ചോന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരി. ഞങ്ങളിനി ഫുഡടിക്കട്ടെ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പനീർ ബിരിയാണി റെഡി.